നാടെങ്ങും ചിങ്ങമാസത്തിന്റെ വരവ് വിളിച്ചോതുന്നത് കർഷക ദിനമായ ചിങ്ങം ഒന്നോടുകൂടിയാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകരെ ആദരിച്ചും പുതുവർഷത്തെ വരവേറ്റും ആഘോഷങ്ങളുടെ ദിനമായി മാറുന്നു ചിങ്ങം 1 കർഷക ദിനം. മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മരടിലെ കർഷക ദിനം എന്നും മരടിന്റെ വർണ്ണപ്പകിട്ടാർന്ന ആഘോഷ ദിനമാണ്. എല്ലാ വർഷവും കർഷക റാലി, കർഷകരെ ആദരിക്കൽ, കുട്ടികളുടെ കാർഷിക ചിത്ര രചന മത്സരം, നാടൻ പാട്ട് മത്സരം, കൃഷിപ്പാട്ട് മത്സരം, ഉപന്യാസ മത്സരം, ഓലമെടയിൽ മത്സരം, ചൂൽ നിർമ്മാണ മത്സരം, കാർഷിക വിള മത്സരം, പാചക മത്സരം, മികച്ച കർഷകരെ തിരഞ്ഞെടുക്കൽ, കാർഷിക സദ്യ, വിവിധ കലാമത്സരങ്ങൾ തുടങ്ങിയവയാണ് ചിങ്ങം 1 ഹരിതോത്സവം 2025 എന്ന നാമധേയത്തിൽ മരട് നഗരസഭയിൽ സംഘടിപ്പിക്കുന്നത്. ചിങ്ങം 1 കാർഷിക സമ്മേളനം ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ MLA ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു. മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മരട് കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജലി ഭദ്ര വിജയ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദേവൂസ് ആന്റണി നന്ദിയും രേഖപ്പെടുത്തി. കാർഷിക സമ്മേളനത്തിൽ മരട് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് കെ മുഹമ്മദ്, ഡിവിഷൻ കൗൺസിലർ സി ആർ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. തയ്യാറെടുക്കുന്ന സമയമായി കാർഷിക സംസ്കാരത്തിന്റെ അഭിവൃദ്ധി വിളിച്ചോ. ചിങ്ങം 1 എന്ന് പറഞ്ഞാൽ മലയാള നാട്ടിലെ ഏറ്റവും നല്ല ദിവസമാണ്. കർക്കിടകത്തിലെ മഴ മാറുന്നില്ല, അത് വേറെ പ്രശ്നം. കർക്കിടകത്തിലെ മഴയെല്ലാം മാറി നല്ല പൂക്കാലം, കൊയ്ത്ത് കാലം, സമൃദ്ധിയുടെ കാലം വരുന്ന ഒരു കാലമാണ് ചിങ്ങം 1. ആ ചിങ്ങം 1 കേരളത്തെ സംബന്ധിച്ചിടത്തോളം കർഷക ദിനമായി ഇന്ന് ആചരിക്കുകയാണ്. മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും ഇടക്കാലത്ത് ചിങ്ങം 1 മാറ്റിയെങ്കിലും പിന്നീട് എല്ലാവരും വീണ്ടും കർഷക ദിനം ചിങ്ങം 1 തന്നെ ആഘോഷിക്കാൻ തുടങ്ങി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കിസാൻ ദിനമായി, ഇന്നല്ല, ഇന്ത്യയിൽ ഡിസംബർ 23 കിസാൻ ദിനം. അത് മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ദിവസമാണ് ഡിസംബർ 23. എല്ലാ ലോകരാജ്യങ്ങളിലും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ കർഷക ദിനം ആചരിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഒക്ടോബർ 12 കർഷക ദിനം ആചരിക്കുന്നത്. ഇങ്ങനെ എല്ലായിടത്തും ലോകം മുഴുവൻ കർഷക ദിനം ആചരിക്കുകയും കൃഷിക്കാരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അവരോടുള്ള നാടിൻ്റെ കടപ്പാട് അറിയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ നഗരവൽക്കരണത്തിനിടയിൽ വളരെ പരിമിതമായിട്ടുള്ള കൃഷി ചെയ്യാനുള്ള സാധ്യതകളുള്ളൂ. ആ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന, വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ കൃഷി ചെയ്ത് നാടിനു വേണ്ടി കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, നാടിനെ ഊട്ടുന്നതിൽ ഒരു ചെറിയ പങ്കെങ്കിലും വഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ഈ പരിപാടി വിപുലമായി സംഘടിപ്പിച്ച മരട് നഗരസഭയെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അഞ്ജലി ഭദ്ര വിജയ് ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഇന്ന് ചിങ്ങം 1 നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ലോകത്തുള്ള ഏത് മലയാളികളും ചിങ്ങം 1 എന്ന് പറയുമ്പോൾ ഓണത്തിനെ വരവേൽക്കുന്ന, വരാൻ പോകുന്ന ഓണത്തിനായി ഒരുക്കങ്ങൾ കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ തുടക്കമാണ് ചിങ്ങം 1. ആ ചിങ്ങം 1 നമ്മുടെ സംസ്ഥാന സർക്കാർ കർഷക ദിനമായി നിരവധി വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടത്തി വരുന്നത്. കാരണം ചിങ്ങം 1 എന്ന് പറയുമ്പോൾ കർക്കിടകം നമുക്കറിയാം. പണ്ട് കാലങ്ങളിൽ കർക്കിടകം എന്ന് പറയുമ്പോൾ ഏത് സാധാരണ വീടുകളിൽ ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഏത് മേഖല പരിശോധിച്ചാലും കൃത്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ചോർന്നൊലിക്കുന്ന വീടുകൾ. അപ്പോൾ അവിടെയെല്ലാം പ്രതീക്ഷയുടെ നാമ്പുകൾ കുറിച്ചുകൊണ്ടാണ് ചിങ്ങം കടന്നു വരുന്നത്. അങ്ങനെയാണ് ചിങ്ങം 1 കർഷക ദിനം ആയി നമ്മൾ കൊണ്ടാടുന്നത്.
നമുക്കറിയാം ചിങ്ങം 1 എന്ന് പറയുമ്പോൾ നിരവധി കല്യാണങ്ങൾ, അതുപോലെ വീട് താമസവും മറ്റ് പല പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ വന്നിട്ടുള്ള സഹോദരങ്ങൾ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലാവിധ പുതുവത്സരത്തിന്റെ ആശംസകളും ചിങ്ങം 1 കർഷക ദിനത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് വരാൻ പോകുന്ന ഓണത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും കൃഷിഭവനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനമായി ആചരിച്ചുകൊണ്ട് ഇതുപോലെ കർഷകരെ ആദരിക്കുക, കൃഷിയെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക, കാർഷിക പ്രദർശന മേളകൾ സംഘടിപ്പിക്കുക, ആ നിലയിൽ വിപുലമായ വൈവിധ്യമാർന്ന നിരവധിയായ പരിപാടികൾ ഈ മരട് നഗരസഭ സംഘടിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുകയാണ്. ഇവിടെ കൃഷിയെ സംബന്ധിച്ചും നമ്മുടെ കർഷകരെ സംബന്ധിച്ചും നമ്മൾ ഓർക്കേണ്ട ദിവസം അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു ദിവസം മാത്രമായി ഈ കർഷക ദിനം മാറുന്നതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒരു നഗരത്തിൻ്റെ എല്ലാ മട്ടും ഭാവമുള്ള നമ്മുടെ നഗരസഭക്കകത്തും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനുമായിട്ടുള്ള നിരവധിയായ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയുന്നതാണ്. കാരണം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ മനുഷ്യനെ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടമുള്ള കാലത്തോളം നമ്മുടെ രാജ്യത്ത് കർഷകര് വലിയ പ്രയാസം അനുഭവിക്കും. അധ്യക്ഷനും വിശിഷ്ടാതിഥികൾക്കും സഹപ്രവർത്തകർക്കും ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രിയപ്പെട്ട കർഷക സഹോദരങ്ങൾക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് ഇന്നത്തെ ഹരിതോത്സവം 2025 മരട് നഗരസഭ കൃഷിഭവൻ ജനകീയ സമിതി ഒരുമിച്ച് നടത്തുന്ന ഈ കർഷക ദിനം ഹരിതോത്സവം 2025 എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. കാർഷിക സംസ്കാരത്തിൻ്റെയും പൊന്നിൻ ചിഹ്നത്തിൻ്റെയും ഗൃഹാസുര സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഒരു കർഷക ദിനം കൂടി വീണ്ടും എത്തുകയാണ്. കൊയ്തെടുത്ത് നെല്ലുകൊണ്ട് പത്തായം നിറഞ്ഞിരുന്ന പഴയ കാലത്തിൻ്റെ ഗൃഹാതുരത്വം നമ്മുടെ ചിങ്ങമാസം, ഒപ്പം കാണവിത്തെങ്കിലും ഓണമുണ്ണുക തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലും കൂടി ഇന്ന് ഈ കർഷക ദിനത്തിൻ്റെ ആരംഭമാണ്.